കോഴിക്കോട് വെള്ളിമാട് കുന്ന് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടി. 5 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഓരോ ദിവസവും വരുമ്പോൾ അതിൽ പുതുമയില്ലാതെ ആയിരിക്കുന്നു, എന്നാൽ ആശങ്കയുണർത്തുന്നതാണ്. ഇവിടെ സംഘർഷം എന്തിനായിരുന്നു? അനുജ, മുൻവൈരാഗ്യമാണ് ഇവിടുത്തെ സംഘർഷത്തിന് കാരണം. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ JDT കോളേജിലെ വിദ്യാർത്ഥികളാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. കോളേജിന് സമീപത്തെ ഒരു ചായക്കടയിലാണ് വിദ്യാർത്ഥിയായിട്ടുള്ള പരിക്കേറ്റ അഹമ്മദ് മുജ്തബ ചായ കുടിക്കാൻ പോയത്. ഈ സമയത്താണ് പിന്തുടർന്നെത്തിയ 13 പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘം അഹമ്മദിനെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ മർദ്ദനത്തിന്റെ ക്രൂരത എത്രമാത്രമാണെന്ന്. അഹമ്മദിന്റെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, മുഖത്തും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥി നിലവിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 13 പേർക്കെതിരെയാണ് ചേവായൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 5 പേർ അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റിബാസ്, ഷാഹിൻ, നിഹാൽ, മുഹമ്മദ് യാസിർ, എജാസ് അഹമ്മദ് എന്നീ 5 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിലെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ബാക്കിയുള്ള പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന്.